ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് കരുതുക. വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ ഒത്തുചേർന്ന ഒരു വിവാഹം, കൈപിടിച്ചു കൂടെ നടക്കാനെത്തിയ ഒരു ജീവിത പങ്കാളി. പുതിയ പ്രതീക്ഷകളോടെ അയാൾ സ്വപ്നം കണ്ട ആ വീടിനുള്ളിൽ പക്ഷേ അയാൾ അറിയാതെ തന്നെ അയാളുടെ ഓരോ ചുവടും നിരീക്ഷിക്കപ്പെടുകയായിരുന്നു. താൻ കെട്ടിയ താലിയുടെ വില സ്വന്തം ജീവനാണെന്ന് ഭർത്താവിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. 2025 തെലങ്കാനയിലെ ഗദ്വാളിൽ നടന്ന രാജ്യം മുഴുവൻ ഞെട്ടലോടെ മാത്രം കേട്ടിരുന്ന തേജേശ്വർ വധക്കേസ്. കാണാം ഒരു നാൾ ഒരിടത്തൊരിടത്ത്. തെലങ്കാനയിലെ ഗദ്വാൾ എന്ന പ്രദേശം. അവിടുത്തെ ഒരു സാധാരണക്കാരനായിരുന്നു തേജേശ്വർ എന്ന 32കാരൻ. ഒരു സർവേയറായി ജോലി ചെയ്തു വന്നിരുന്ന അദ്ദേഹം സാമ്പത്തികമായി അത്യാവശ്യം നല്ല നിലയിലായിരുന്നു. സ്വഭാവ മഹിമ കൊണ്ടും അധ്വാനശീലം കൊണ്ടും നാട്ടുകാർക്കൊക്കെ വലിയ പ്രിയപ്പെട്ടവനായിരുന്നു തേജേശ്വർ. എന്നാൽ പ്രായം 32 കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് അനുയോജ്യമായ ഒരു വിവാഹാലോചന ശരിയായിരുന്നില്ല. അത് തേജേശ്വറിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഒരല്പം വിഷമിപ്പിച്ചിരുന്നു. അങ്ങനെയിരിക്കെയാണ് 2024 ഡിസംബറോടെ ഏകദേശം 100 കിലോമീറ്റർ അകലെയുള്ള ആന്ധ്രാപ്രദേശിലെ കുർണൂളിൽ നിന്ന് ഒരു വിവാഹാലോചന തേജേശ്വറിനെ തേടിയെത്തിയത്. 23കാരിയായ ഐശ്വര്യയായിരുന്നു ആ പെൺകുട്ടി. പ്രായത്തിൽ ചെറിയ വ്യത്യാസമുണ്ടായിരുന്നെങ്കിലും ഇരു കുടുംബങ്ങളും തമ്മിൽ സംസാരിച്ച് വിവാഹം ഉറപ്പിക്കാൻ തീരുമാനിച്ചു. തുടർന്ന് തേജേശ്വറും ഐശ്വര്യയും ഫോണിലൂടെ പതിവായി സംസാരിക്കാൻ തുടങ്ങി. ഒരേ മനസ്സോടെ അവർ അടുത്തു. ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള വലിയ വലിയ പ്രതീക്ഷകൾ തേജേശ്വർ പങ്കുവച്ചു. ഐശ്വര്യയും അതിന് അനുയോജ്യമായ രീതിയിൽ സംസാരിച്ച് അദ്ദേഹത്തിന്റെ മനസ്സ് കീഴടക്കി. 2025 ജനുവരിയിൽ നടത്താനിരുന്ന വിവാഹത്തിനായുള്ള ഒരുക്കങ്ങൾ ഇരു കുടുംബങ്ങളിലും വളരെ വേഗത്തിൽ പുരോഗമിക്കുകയായിരുന്നു. പക്ഷേ വിവാഹം വളരെ അടുത്തു വന്ന ആ സമയത്താണ് അപ്രതീക്ഷിതമായ ആ വിചിത്ര സംഭവം നടക്കുന്നത്. ഐശ്വര്യയെ സ്വന്തം വീട്ടിൽ നിന്നും കാണാതായി. ഐശ്വര്യ എവിടേക്ക് പോയെന്നോ അവൾക്ക് എന്താണ് സംഭവിച്ചതെന്നോ കുടുംബത്തിന് ഒരു വിവരവുമില്ലായിരുന്നു. വിളിപ്പുറത്ത് നിൽക്കുന്ന വിവാഹം, ഒപ്പം വധുവിനെ കാണാതായ വാർത്ത. ആശങ്കയിലായ തേജേശ്വറിന്റെ കുടുംബം നേരിട്ട് കുർണൂളിലെ ഐശ്വര്യയുടെ നാട്ടിലെത്തി സ്വന്തം നിലയിൽ അന്വേഷണം ആരംഭിച്ചു. അവിടെ വെച്ച് അവരെ കാത്തിരുന്നത് അത്യന്തം ഞെട്ടിക്കുന്ന ചില വിവരങ്ങളായിരുന്നു. നാട്ടുകാർക്കും അയൽവാസികൾക്കും ഐശ്വര്യയെക്കുറിച്ചും അവരുടെ കുടുംബത്തെക്കുറിച്ചും പറയാനുണ്ടായിരുന്നത് ഒട്ടും ശുഭകരമായ കാര്യങ്ങളായിരുന്നില്ല. ഐശ്വര്യയ്ക്ക് തിരുമല റാവു എന്ന പ്രാദേശിക ബാങ്ക് മാനേജറുമായി രഹസ്യബന്ധമുണ്ട് എന്നതായിരുന്നു ആ വിവരം. അതിലും ദുരൂഹമായ മറ്റൊരു കാര്യം കൂടി പുറത്തു വന്നു. തിരുമല റാവു ജോലി ചെയ്തിരുന്ന അതേ ബാങ്കിലെ സ്വീപ്പറായിരുന്നു ഐശ്വര്യയുടെ അമ്മ സുജാത. ഈ സുജാതയ്ക്കും തിരുമല റാവുവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ രഹസ്യമായി വെളിപ്പെടുത്തി. അമ്മയ്ക്കും മകൾക്കും ഒരേ വ്യക്തിയുമായി രഹസ്യബന്ധമുണ്ടെന്ന വാർത്ത തേജേശ്വറിന്റെ കുടുംബത്തെ നടുക്കി. ഇത്തരമൊരു കുടുംബത്തിൽ നിന്നും മകന് പെണ്ണാലോചിച്ചതിൽ ദുഃഖിച്ച അവർ ഈ വിവാഹബന്ധത്തിൽ നിന്നും പൂർണ്ണമായി പിന്മാറാൻ തീരുമാനിച്ചു. എന്നാൽ കഥ അവിടെ തീർന്നില്ല. കാണാതായി 3 ദിവസങ്ങൾക്ക് ശേഷം ഐശ്വര്യ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തി. താൻ ഒളിച്ചോടിയതല്ലെന്ന് തേജേശ്വറിനെ ബോധ്യപ്പെടുത്താനായി അവൾ ഉടനടി അദ്ദേഹത്തിന് ഫോൺ വിളിച്ചു. അവൾ വളരെ തന്ത്രപൂർവ്വം പുതിയൊരു കഥ മെനഞ്ഞു. അമ്മയ്ക്ക് ഒറ്റയ്ക്ക് എൻ്റെ വിവാഹ ചെലവും സ്ത്രീധനവും വഹിക്കാൻ കഴിയില്ല. കടം വാങ്ങി കല്യാണം നടത്തിയാൽ അത് അമ്മയ്ക്ക് തിരിച്ചടയ്ക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ആ വിഷമം കൊണ്ടാണ് ഞാൻ ആരെയും അറിയിക്കാതെ താൽക്കാലികമായി ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് മാറി നിന്നത്. നിഷ്കളങ്കമായ ആ വാചകങ്ങളിലും വിതുമ്പലുകളിലും നന്മ മാത്രം കാണാൻ ശീലിച്ച തേജേശ്വർ വീണ്ടും വീണുപോയി. അവളുടെ വാക്കുകൾ അദ്ദേഹം പൂർണ്ണമായി വിശ്വസിച്ചു. തേജേശ്വർ സ്വന്തം കുടുംബത്തെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചു. അങ്ങനെ തടസ്സങ്ങളെല്ലാം നീങ്ങി 2025 മെയ് 18 അവരുടെ വിവാഹം നടന്നു. പക്ഷേ യാഥാർത്ഥ്യം അതായിരുന്നില്ല. അത് തേജേശ്വറിന്റെ മരണത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പായിരുന്നു. അമ്മ സുജാതയും തിരുമല റാവുവും തമ്മിലുള്ള ബന്ധം ഐശ്വര്യയ്ക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. പിന്നീട് അമ്മയ്ക്ക് പകരക്കാരിയായി അതേ ബാങ്കിൽ സ്വീപ്പറായി ജോലിക്കെത്തിയ ഐശ്വര്യയും തിരുമല റാവുവുമായി അടുപ്പത്തിലായി. മകളുടെയും ബാങ്ക് മാനേജറുടെയും ബന്ധം മനസ്സിലാക്കിയ അമ്മ സുജാത നാണക്കേട് ഒഴിവാക്കാനായി മകളെ എത്രയും വേഗം വിവാഹം കഴിപ്പിച്ചു വിടാൻ തീരുമാനിച്ചതാണ് തേജേശ്വറുമായുള്ള ബന്ധത്തിന് വഴിവെച്ചത്. എന്നാൽ വിവാഹം നിശ്ചയിച്ച ശേഷവും ഐശ്വര്യ തിരുമല റാവുവുമായുള്ള ബന്ധം ഉപേക്ഷിച്ചില്ല. വിവാഹത്തിന് തൊട്ടു മുൻപ് അവൾ ഒളിച്ചോടിയത് തിരുമല റാവുവിനൊപ്പവുമായിരുന്നു. 3 ദിവസം അവർ ഒരു ലോഡ്ജിൽ ഒരുമിച്ച് താമസിച്ചു. ആ ലോഡ്ജ് മുറിയിൽ വെച്ചാണ് തേജേശ്വറിനെ ഇല്ലാതാക്കാനുള്ള കൃത്യമായ ഗൂഢാലോചന നടന്നത്. വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം തേജേശ്വറിനെ കൊന്ന്
അദ്ദേഹത്തിന്റെ വസ്തുവകകളും സ്വത്തുക്കളും മുഴുവൻ കൈവശപ്പെടുത്താമെന്നും അതിനുശേഷം ഒരുമിച്ച് ജീവിക്കാമെന്നും തിരുമല റാവു ഐശ്വര്യയെ വിശ്വസിപ്പിച്ചു. ആ പ്ലാനിന്റെ ഭാഗമായിട്ടായിരുന്നു അവൾ വീണ്ടും തേജേശ്വറിന്റെ മുന്നിൽ നാടകം കളിച്ച് വിവാഹത്തിന് സമ്മതിപ്പിച്ചത്. വിവാഹത്തിന് ശേഷവും ഐശ്വര്യ തിരുമല റാവുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടേയിരുന്നു. ഭർത്താവിനെ കൊലപ്പെടുത്താനുള്ള പദ്ധതികൾ ഓരോന്നായി അവൾ നടപ്പിലാക്കാൻ തുടങ്ങി. തേജേശ്വറിന്റെ ഓരോ നീക്കവും കൃത്യമായി അറിയാൻ അവൾ അദ്ദേഹത്തിന്റെ ബൈക്കിൽ ഒരു GPS ട്രാക്കർ രഹസ്യമായി ഘടിപ്പിച്ചു. കൂടാതെ തേജേശ്വർ എവിടെ പോകുന്നു എന്ന് നിരീക്ഷിക്കാൻ ക്രിമിനൽ പശ്ചാത്തലമുള്ള മോഹൻ എന്ന അയൽവാസിയെ പണം നൽകി ചുമതലപ്പെടുത്തി. ഇതേസമയം തിരുമല റാവു കൊലപാതകം നടപ്പിലാക്കാനുള്ള ആൾക്കാരെ കണ്ടെത്തുകയായിരുന്നു. ബാങ്കിൽ നിന്ന് വായ്പ ആവശ്യപ്പെട്ടെത്തിയിരുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെയാണ് അവൻ ഇതിനായി ഉപയോഗിച്ചത്. K. നാഗേഷ്, CH പരശുരാമുഡു, CH രാജു എന്നിവർക്ക് പണം വാഗ്ദാനം നൽകി തിരുമല റാവു ഈ കൊട്ടേഷൻ ഏൽപ്പിച്ചു. ആ ക്രൂരമായ ദിവസം വന്നു ചേർന്നു. 2025 ജൂൺ 17. പദ്ധതി പ്രകാരം കൊലപാതക സംഘത്തിലെ പ്രധാനിയായ നാഗേഷ് ഒരു വസ്തു ഉടമ എന്ന വ്യാജേന തേജേശ്വറിനെ ഫോണിൽ വിളിച്ചു. ഒരു ഭൂമി സർവേ ചെയ്യാനുണ്ടെന്നും അതിനായി ഒപ്പം വരണമെന്നും ആവശ്യപ്പെട്ടു. നിരപരാധിയായ തേജേശ്വർ അത് വിശ്വസിച്ച് അവരുടെ കൂടെ ഇറങ്ങി. പുറത്തുനിന്നുള്ള കാഴ്ച പൂർണ്ണമായും മറയ്ക്കുന്ന കറുത്ത കൂൾ ഫിലിം ഒട്ടിച്ച ഒരു കാറിലായിരുന്നു അവരുടെ യാത്ര. കാർ വിജനമായ ഒരു സ്ഥലത്തെത്തിയതും മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ പുറകിലിരുന്ന കൊലയാളികൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് തേജേശ്വറിന്റെ കഴുത്തറുത്തു. തുടർന്ന് വയറ്റിൽ നിരവധി തവണ ക്രൂരമായി കുത്തി പരിക്കേൽപ്പിച്ചു. ചോരയിൽ കുളിച്ച തേജേശ്വർ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. മൃതദേഹം ആരും കാണാതെ കുഴിച്ചു മൂടാനായിരുന്നു അവരുടെ ആദ്യ തീരുമാനം. എന്നാൽ ആ പ്രദേശത്ത് ചില ആളുകളുടെ സാന്നിധ്യം കണ്ടതോടെ ആ ശ്രമം ഉപേക്ഷിച്ചു. തുടർന്ന് പാന്യാഘാട്ട് റോഡിന് സമീപമുള്ള ഒരു വിജനമായ കനാലിലേക്ക് അവർ മൃതദേഹം വലിച്ചെറിഞ്ഞ് കടന്നുകളഞ്ഞു. വീട്ടിൽ നിന്നും പോയ മകൻ തിരികെ വരാതായതോടെ ജൂൺ 18 തേജേശ്വറിന്റെ കുടുംബം പോലീസിൽ പരാതി നൽകി. ഭർത്താവിനെ കാണാതായിട്ടും ഐശ്വര്യ കാണിച്ച നിസ്സംഗതയും സംശയകരമായ പെരുമാറ്റവും കുടുംബത്തിന് ആദ്യം മുതലേ ദുരൂഹമായി തോന്നിയിരുന്നു. അവർ ആ സംശയം പോലീസിനെ അറിയിച്ചു. 3 ദിവസത്തെ തിരച്ചിലിനൊടുവിൽ 2025 ജൂൺ 21 പാന്യാഘാട്ട് റോഡിലെ കനാലിൽ നിന്നും ചീഞ്ഞളിഞ്ഞ നിലയിൽ ഒരു മൃതദേഹം പോലീസ് കണ്ടെടുത്തു. എന്നാൽ ശരീരത്തിൽ അമ്മ എന്ന് പച്ചകുത്തിയിരുന്ന അടയാളം കണ്ടാണ് അത് തേജേശ്വറിന്റെ മൃതദേഹമാണെന്ന് കുടുംബം സ്ഥിരീകരിച്ചത്. പോലീസ് ഐശ്വര്യയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും അവൾ യാതൊരു കുറ്റബോധവുമില്ലാതെ കല്ലുവെച്ച നുണകൾ പറഞ്ഞു. എന്നാൽ അവളുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടന്ന ഫോറൻസിക് പരിശോധനയിൽ സത്യം പുറത്തു വന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ തിരുമല റാവു എന്ന ഒറ്റ നമ്പറിലേക്ക് അവൾ ഏകദേശം 2000-ലധികം തവണ വിളിച്ചിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. തുടർന്ന് പോലീസ് തിരുമല റാവുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ ശാസ്ത്രീയ തെളിവുകൾക്ക് മുന്നിൽ തളർന്ന് അവൻ ഗൂഢാലോചനയുടെ മുഴുവൻ വിവരങ്ങളും കുറ്റസമ്മതം നടത്തി. അത്യന്തം ആസൂത്രിതമായി നടന്ന ഈ വധക്കേസിൽ 8 പ്രതികളെയാണ് പോലീസ് വലയിലാക്കിയത്. പ്രധാന ഗൂഢാലോചനക്കാരിയായ ഭാര്യ ഐശ്വര്യ, കാമുകനും ബാങ്ക് മാനേജറുമായ തിരുമല റാവു, ഐശ്വര്യയുടെ അമ്മ സുജാത എന്നിവരെ 2025 ജൂൺ അവസാനത്തോടെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരോടൊപ്പം കൊലപാതകം നേരിട്ട് നടപ്പിലാക്കിയ കൊട്ടേഷൻ സംഘങ്ങളായ നാഗേഷ്, പരശുരാമുഡു, രാജു എന്നിവരെയും തേജേശ്വറിന്റെ രഹസ്യമായ നിരീക്ഷണ അയൽവാസി മോഹനെയും പോലീസ് പിടികൂടി. കൊലപാതകത്തിന് ശേഷം തെളിവുകൾ നശിപ്പിക്കാൻ സഹായിച്ച തിരുമല റാവുവിന്റെ അച്ഛനും വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥനുമായ തിരുപ്പതയ്യയും അറസ്റ്റിലായി. സ്നേഹത്തിൻ്റെത് മാത്രമായിരിക്കേണ്ട കുടുംബ ബന്ധങ്ങളിൽ അത്യാഗ്രഹവും അവിഹിത താല്പര്യങ്ങളും കലരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതമാണ് തേജേശ്വറിന്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സ്വന്തം അഹന്തയ്ക്കും സ്വാർത്ഥതയ്ക്കും വേണ്ടി നിഷ്കളങ്കനായ ഒരു മനുഷ്യന്റെ ജീവനെടുത്ത ഈ പ്രതികൾക്ക് അർഹമായ കഠിന ശിക്ഷ തന്നെ നിയമവ്യവസ്ഥ നൽകുമെന്ന് പ്രതീക്ഷിക്കാം.